അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ രണ്ടാം ടേം വളരെ സംഭവബഹുലമായിട്ടുള്ള ഒരു വർഷമാണ് കടന്നു പോയിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എടുക്കുന്ന നിലപാടുകൾ, എടുക്കുന്ന നടപടികൾ, പറയുന്ന കാര്യങ്ങൾ വളരെ വലിയ രീതിയിലുള്ള ചർച്ചകൾക്കും വാദപ്രതിവാദങ്ങൾക്കുമാണ് അന്താരാഷ്ട്ര മാധ്യമ രംഗത്ത് അത് വിധേയമാക്കപ്പെടുന്നത്. ഈ കഴിഞ്ഞ ഒരു വർഷം അമേരിക്കയിലും ലോകത്തിലും സംഭവിച്ച മാറ്റങ്ങൾ, ഒപ്പം തന്നെ ഈ ട്രംപിൻ്റെ ഈ ഒരു പോക്ക് എങ്ങോട്ടാണ്, ഈ വിഷയങ്ങളെ സംബന്ധിച്ച് വളരെ സുപ്രധാനമായിട്ടുള്ള നിരീക്ഷണങ്ങളുമായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ മുൻ അഡ്വൈസറി ബോർഡ് അംഗം കൂടിയായിട്ടുള്ള ശ്രീ ജോസഫ് മേലുക്കാരൻ സാറാണ്. സാർ, ഈ സ്പെഷ്യൽ പ്രോഗ്രാമിലേക്ക് അങ്ങേ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. എനിക്ക് തോന്നുന്നു താങ്ക് യു സാർ. എനിക്ക് തോന്നുന്നു ട്രംപിൻ്റെ രണ്ടാം ടേം, അദ്ദേഹത്തിൻ്റെ പ്രചരണ കാലയളവ് മുതൽ നമ്മൾ അദ്ദേഹത്തെ ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രചരണം, ക്യാമ്പയിൻ, പിന്നീട് തെരഞ്ഞെടുപ്പ്, അതിനുശേഷമുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു വർഷം പിന്നിടുമ്പോൾ ഈ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപിത മുദ്രാവാക്യം, അത് എത്രത്തോളം അമേരിക്കയിൽ പ്രാവർത്തികമാക്കാൻ ട്രംപിന് സാധിച്ചിട്ടുണ്ട്? ട്രംപിൻ്റെ കഴിഞ്ഞ ഒരു വർഷത്തെ അക്കംപ്ലിഷ്മെന്റ് ഞാൻ വിലയിരുത്തുമ്പോൾ ഒരു 5 മേഖലകളിലായിട്ടാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ഇമിഗ്രേഷൻ ആൻഡ് ബോർഡർ സെക്യൂരിറ്റി. 2, എക്കോണമി ആൻഡ് ട്രേഡ്. 3, ഫോറിൻ പോളിസി ആൻഡ് നാഷണൽ സെക്യൂരിറ്റി. 4, ക്രൈം ആൻഡ് എൻഫോഴ്സ്മെന്റ്. 5, ഗവൺമെന്റ് എഫിഷ്യൻസി. നൗ, ഇമിഗ്രേഷൻ ആൻഡ് ബോർഡർ സെക്യൂരിറ്റി, അതിൽ ഏറ്റവും മികച്ച പ്രകടനമാണ് ട്രംപിന്റെ. കാരണം കഴിഞ്ഞ 50 കൊല്ലമായിട്ട് ഇല്ലീഗൽ മൈഗ്രേഷൻ ഒരു വിധത്തിലും ഒരു ഗവൺമെന്റിനും ഒരു പ്രസിഡന്റിനും തടുക്കാനായിട്ട് സാധിച്ചില്ല, കുറയ്ക്കാനായിട്ട് സാധിച്ചില്ല. വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. 91.5% ഇല്ലീഗൽ ഇമിഗ്രേഷൻ കുറച്ചു. അതില് 6 മാസം കൊണ്ട് തന്നെ ഇമിഗ്രേഷൻ ഏതാണ്ട് 80% കുറഞ്ഞു. ഇപ്പോൾ അത് വളരെ കഴിഞ്ഞ മാസം 98% കുറഞ്ഞു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇല്ലീഗൽ ഇമിഗ്രേഷൻ തടയണം എന്നുണ്ടെങ്കിൽ ബൈഡന്റെ സമയത്തും ഒബാമയുടെ സമയത്തും കോംപ്രിഹെൻസീവ് ഇമിഗ്രേഷൻ പോളിസി ഉണ്ടെങ്കിൽ മാത്രമേ ഇത് തടയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ ട്രംപ് ഈ ഇമിഗ്രേഷൻ പോളിസി ഒന്നും ഇല്ലാതെ തന്നെ ഉള്ള പോളിസി, ഉള്ള റെഗുലേഷൻസ് വെച്ചിട്ട് തന്നെ കംപ്ലീറ്റ് ഒരു 90% പ്ലസ് അത്. അപ്പൊ അത് വലിയൊരു അക്കംപ്ലിഷ്മെന്റ് ആയിട്ട് ജനങ്ങൾ ഇപ്പോഴും കണക്കാക്കുന്ന ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഈ ടേമില് ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്നത് ഇമിഗ്രേഷൻ ആൻഡ് നാഷണൽ ബോർഡർ സെക്യൂരിറ്റിയാണ്. ഇനി രണ്ടാമത് എക്കോണമി ആൻഡ് ട്രേഡ്. ട്രംപ് മുമ്പേ തന്നെ പറഞ്ഞിരുന്നു അമേരിക്ക ഫസ്റ്റ് പോളിസി. ബട്ട് അമേരിക്ക ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക എലോണെന്ന് അർത്ഥമില്ല. പക്ഷേ ട്രംപിന്റെ ചില ബിഹേവിയർ ഒക്കെ നോക്കി കഴിഞ്ഞാൽ അമേരിക്ക എലോൺ തന്നെയാണെന്ന് മിക്കവാറും ലോകത്തിലെ ജനതയ്ക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ അമേരിക്ക ഫസ്റ്റ് പോളിസിയിൽ ഈ ടാരിഫ് എങ്ങനെ ട്രംപ് ഒരു നെഗോഷിയേറ്റിംഗ് ടൂളായിട്ട് ഉപയോഗിച്ചു എന്ന് വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പോളിസി ആയിരുന്നു അത്. ആദ്യം കഴിഞ്ഞ ഏപ്രിലില് തീരുവ ചുമത്തല് എല്ലാ രാജ്യങ്ങളെയും പല പെർസെൻറ്റേജ് ആയിട്ട് ഇതൊക്കെ കൊണ്ടുവന്നു. പക്ഷെ എല്ലാവരും വിചാരിച്ചു എക്കോണമി താഴെ പോവും, ആകെ ബഹളമാവും. പക്ഷെ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നെഗോഷിയേറ്റിംഗ് ടാക്ടിക്സ് ആണ്. ഹീ ക്യാൻ ഓൾവേസ് വാക്ക് ബാക്ക്. അത് എല്ലാവരും ഒന്ന് വിറപ്പിച്ച് എല്ലാവരും ഒന്ന് ആകെ ഒന്ന് കലക്കി മറിച്ചിട്ട് ദെൻ ഹി വിൽ വാക്ക് ബാക്ക്. ഇതാണ് പുള്ളിയുടെ ആ സ്റ്റൈല്. ആ സ്റ്റൈല് വെച്ചുകൊണ്ട് ഈ എക്കോണമി ആൻഡ് ട്രേഡിൽ നല്ലൊരു ട്രേഡ് നെഗോഷിയേഷൻ. അതായത് ഇഫ് യു ലുക്ക് അറ്റ് ദ ചരിത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2002 വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ ചൈനനെ അഡ്മിറ്റ് ചെയ്ത അന്ന് മുതൽ അമേരിക്കയ്ക്കും അതുപോലെ തന്നെ യൂറോപ്യൻ കൺട്രീസിനും എല്ലാവർക്കും ചൈനയിലെ സാധനങ്ങൾ ഫ്ലഡ് ചെയ്ത് ചൈന ഏറ്റവും മിസ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ട്രേഡ് തന്നെ. അപ്പോൾ ഇറ്റ് വാസ് എ വെരി അൺഫെയർ ട്രേഡ് സോഫാർ. അപ്പൊ ഇതിന് ആദ്യമായിട്ട് ഒരു കടിഞ്ഞാണ് ഇടാനായിട്ട് സാധിച്ചത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം. അതിലൊരു $300 ബില്യൺ സർപ്ലസ് ടാരിഫ് കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതെന്താ ചെയ്യണം എന്നുള്ളതൊക്കെ ചിലപ്പോൾ വരും. പിന്നെ ഇപ്പൊ ടാരിഫിന് കുറച്ച് സുപ്രീം കോടതി കേസും വരുന്നുണ്ട്. പക്ഷെ എന്നാലും എക്കോണമി ആൻഡ് ട്രേഡ് അതേസമയം 1.5% ആണ് GDP ഗ്രോത്ത് പറഞ്ഞിരുന്നത്.
ഇപ്പൊ കഴിഞ്ഞ ക്വാർട്ടറിൽ GDP ഗ്രോത്ത് 4.4% ആണ്. അത് ഈവൻ എമർജിങ് മാർക്കറ്റിന്റെ അത്രയും കൂടി അതിനെ വെട്ടുന്ന ഒരു GDP ഗ്രോത്ത് ആണ്. നോക്കണം, കഴിഞ്ഞ 2 കൊല്ലമായിട്ട് ജർമ്മനിയൊക്കെ നെഗറ്റീവ് GDPയിലാണ് പോകുന്നത്. ആ സമയത്താണ് ട്രംപ് വരുന്നു. ട്രംപ് ഉടനെ എക്കോണമി ആൻഡ് ട്രേഡിൽ ഇങ്ങനെ ഒരു പ്രകടനം കാഴ്ചവെക്കുന്നു. അപ്പൊ അത് രണ്ടാമത്തെ. മൂന്നാമത്തത് ഫോറിൻ പോളിസി ആൻഡ് നാഷണൽ സെക്യൂരിറ്റി. ഈ കാര്യത്തില് ട്രംപിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് കഴിഞ്ഞ 50 കൊല്ലമായിട്ട് ഒരു ഗ്ലോബലിസ്റ്റ് സെന്റർ ഓഫ് പവർ ആണ് കൺട്രോൾ ചെയ്തിരുന്നത്. അപ്പൊ ഈ ഡാവോസ് മീറ്റിംഗ്, ഇപ്പോൾ എല്ലാ ഡാവോസ് മീറ്റിംഗിലും വേൾഡ് ലീഡേഴ്സ് വരും, കുറെ വെർച്യൂ സ്പീച്ച് ഒക്കെ നടത്തി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്ത് കൈയടിച്ച് തട്ടിയൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അപ്രീഷിയേറ്റ് ചെയ്ത് ഇപ്പോൾ തിരിച്ചു പോകും. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയൊരു ഇതാണ്. എല്ലാവരെയും ശരിക്ക് ഒരു എന്താ പറയാ, ആകെ കലക്കി മറിച്ച് കൊങ്ങയ്ക്ക് പിടിച്ചിട്ടുള്ള ഒരു ഡാവോസ് മീറ്റിംഗ് ആയിരുന്നു. അപ്പൊ ആ പണ്ടത്തെ ഗ്ലോബലിസ്റ്റ് ഓർഡർ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇനി മുന്നോട്ടുള്ള പോക്കത്തിൽ, അമേരിക്കയുടെ മുന്നോട്ടുള്ള പോക്കിൽ ഈ ഗ്ലോബലിസ്റ്റ് വ്യൂ നടന്ന കാര്യമില്ല. കാരണം ഗ്ലോബലിസ്റ്റ് വ്യൂ, ഫോർ എക്സാമ്പിൾ, ഇപ്പോ യൂറോപ്പ് മുഴുവൻ നെറ്റ് സീറോ ബൈ 2030, അതിനു വേണ്ടിയിട്ട് അവരെന്താ ചെയ്തത്? അവിടെ കോൾ ഫാക്ടറി ഇല്ല, ഗ്യാസ് ദേ വർ ഇമ്പോർട്ടിങ് ഫ്രം റഷ്യ, ന്യൂക്ലിയർ റിയാക്ടേഴ്സ്. ഇത് അവരുടെ തന്നെ ദേ ആർ ഷൂട്ടിംഗ് ഓൺ ദെയർ ഓൺ ഫുട്ട്. എന്നിട്ട് ദേ ആർ ബേക്കിംഗ് China and Russia for their oil and energy. Inflation has gone up. അപ്പൊ ആ ഒരു മെന്റാലിറ്റി, we are the world leaders, we have to do this, climate is everything. ആ ഒരു മെന്റാലിറ്റി കൊണ്ട് യൂറോപ്പ് തന്നെ ഒരു ഒരു മുരടിച്ച എക്കണോമിക് ഗ്രോത്ത് ആയി മാറി. അപ്പൊ ഈ ഗ്ലോബലിസ്റ്റ് ഐഡിയോസ് കൊണ്ടൊന്നും കാര്യങ്ങളൊന്നും നടക്കാൻ പോണില്ല എന്ന് ട്രംപിന് മനസ്സിലായി. അപ്പൊ ട്രംപിന്റെ പുതിയൊരു പോളിസി എന്ന് വെച്ച് കഴിഞ്ഞാല് ഏതായാലും റഷ്യ ഡസ് വാട്ട് റഷ്യ വാണ്ട്സ്, ചൈന ഡസ് വാട്ട് ചൈന വാണ്ട്സ്. ചൈന സൗത്ത് ചൈന സീയില് പുതിയ ഐലൻഡ് ഉണ്ടാക്കി, അവർക്ക് മറ്റേ ഷിപ്പ് പാർക്ക് ചെയ്യാനുള്ളത് ഉണ്ടാക്കി. ബട്ട് ഇറ്റ് വാസ് അസർപ്പിംഗ് ഓൺ ദ റൈറ്റ്സ് ഓഫ് ഫിലിപ്പീൻസ് ആൻഡ് വിയറ്റ്നാം ആൻഡ് അവരുടെ ഫിഷിംഗ് ലൈൻസും ഇതെല്ലാം. പക്ഷെ ആരും ഒന്നും ചോദിക്കാനുണ്ടായിരുന്നില്ല. ആൻഡ് റഷ്യ ഗോസ് ടു യുക്രൈൻ, ആരും ഒന്നും ചോദിക്കാനില്ല. ഒരു UN-ലൊരു റെസൊല്യൂഷൻ പാസ്സാക്കിയ. സോ ദ ഓൾഡ് വേൾഡ് ഓർഡർ ഈസ് നോ ലോങ്ങർ ഇഫക്റ്റീവ്. അത് ട്രംപിന് മനസ്സിലായി. ട്രംപിന്റെ പുതിയൊരു ഈ ഫോറിൻ പോളിസിയുടെ വളരെ കോർണർ സ്റ്റോൺ എന്ന് പറഞ്ഞ ഓൾഡ് ഓർഡർ ഈസ് നോട്ട് വർക്കിംഗ്, ആൻഡ് ഹി ഹാസ് ടു ലീഡ്, ആൻഡ് ഹി ഹാസ് ടു ലീഡ് വിത്ത് സ്ട്രെങ്ത്, ഹി ഹാസ് ടു ഡോമിനേറ്റ്, ആൻഡ് ദാറ്റ്സ് ദ വേ ഇറ്റ് ഈസ്. And Europe and others, it will be for the security of everybody, but America leads, America dominates. അപ്പൊ ആ ഒരു പുതിയൊരു വേൾഡ് ഓർഡറിലേക്കാണ് ഫോറിൻ പോളിസിയും നാഷണൽ സെക്യൂരിറ്റിയും ട്രംപ് കൊണ്ടുവന്നത്. ഇനി അടുത്തത് ക്രൈം ആൻഡ് എൻഫോഴ്സ്മെന്റ്. ഈ കാര്യത്തിൽ അമേരിക്കൻ ജനതയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സപ്പോർട്ടുള്ളതാണ്. കാരണം ഒരുപാട് സിറ്റികൾ റോബറി, റേപ്പ്, മർഡർ, ബർഗ്ലറി, കാർ തെഫ്റ്റ്, ഇതെല്ലാം അക്രോസ് ദ ബോർഡ് സിഗ്നിഫിക്കന്റ് റിഡക്ഷൻ ആണ്. അതുപോലെ തന്നെ ഫെന്റിനൽ ഡെത്ത്, ഡ്രഗ് ഓവർഡോസ്. ഒരു കൊല്ലം 1,28,000 പേരാണ് ഡ്രഗ് ഓവർഡോസിൽ, ഈ എസ്പെഷ്യലി ഫെന്റിനോൾ, ഈ ചൈനയിൽ നിന്നൊക്കെ വരുന്ന ഫെന്റിനോൾ കഴിച്ചിട്ട് മരിച്ചു പോകുന്നത്. അതിൽ 70% മരിക്കുന്നവരുടെ ഏജ് നോക്കിക്കഴിഞ്ഞാൽ 14 വയസ്സിനും 24 വയസ്സിനും ഇടയ്ക്കാണ്. ഞാൻ DEA വാഷിങ്ടണിൽ, ഞാൻ FBI അക്കാഡമി മെമ്പറാണ്. ഞാൻ അവിടെ DEA ഓഫീസിൽ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഇവരുടെ പടങ്ങൾ, ഓരോ കൊല്ലത്തെ മരിച്ചവരുടെ പടങ്ങൾ അവരുടെ ചുമരുമ്പ് വെച്ചിട്ടുണ്ട്. ആ ചുമരുമ്പ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സങ്കടം വരും. 14 വയസ്സിന് 24 വയസ്സിനുള്ള ഇടയ്ക്കുള്ള നമ്മുടെ കുഞ്ഞുങ്ങളാണ് മരിച്ചു പോകുന്നത്. അപ്പൊ അതില് 21% റിഡക്ഷൻ. അത് തന്നെ 10-25,000 പേരുടെ റിഡക്ഷനാണ് ഈ ഫെന്റിനൽ ഡെത്തിൽ നിന്ന്. അപ്പോ ഈ ഡ്രഗ് കാർട്ടൽസിന് ഏറ്റവും പേടി സ്വപ്നമായിട്ട് മാറിയിട്ടുള്ളത് ട്രംപാണ്. ഇതുവരെ അതും ഈ ഡ്രഗ് കാർട്ടലിനെ മേയ്ക്കാനായിട്ടോ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാനായിട്ടോ ഒരു പ്രസിഡന്റിനും കഴിഞ്ഞിരുന്നില്ല. അപ്പൊ അതില് വലിയൊരു നല്ലൊരു പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. അത് അമേരിക്കൻ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ദേ വാണ്ട് സേഫ് സൊസൈറ്റി, ദേ വാണ്ട് ലോ ആൻഡ് ഓർഡർ. ഇപ്പോൾ വാഷിങ്ടണിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ മേയർ ഡെമോക്രാറ്റിക് മേയർ ആണെന്നുണ്ടെങ്കിലും
ട്രംപിന്റെ നാഷണൽ ഗാർഡ് അവിടെ ക്ലീനപ്പ് ചെയ്യാനായിട്ട് ഇത് ചെയ്യും. അവിടുത്തെ ബർഗ്ലറി ഏതാണ്ട് ഭയങ്കര 85% റിഡക്ഷൻ ഇൻ ബർഗ്ലറി. വാഷിംഗ്ടൺ ഈസ് എ സേഫ് നൈബർഹുഡ് നൗ. രാത്രി ആർക്കും പേടിയില്ലാണ്ട് പുറത്തു പോവാം, പാർട്ടി അടിക്കാൻ തിരിച്ചു വരാം, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇതാണ് ആൾക്കാർ കാണുന്നത്. പക്ഷേ അതേസമയം ലോ എൻഫോഴ്സ്മെന്റ് കുറച്ച് അബ്രേസീവ് ആണ്. അതിന്റെ എനിക്ക് ഇഷ്ടപ്പെടാത്ത പല കാര്യങ്ങളും ഉണ്ട്. പക്ഷെ എന്നിരുന്നു കഴിഞ്ഞാലും മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ജനറൽ ലോ ആൻഡ് ഓർഡർ വിതിൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. അതൊരു അച്ചീവ്മെന്റ് ആയിട്ട് പറയാം. ഇനിയുള്ളത് ഗവൺമെന്റ് എഫിഷ്യൻസി. അഞ്ചാമത്തെ കാര്യം ഗവൺമെന്റ് എഫിഷ്യൻസി. ബൈഡന്റെ സമയത്ത് ബ്യൂറോക്രസി കണ്ടമാനം കൂടി. ഒരുപാട് ഗവൺമെന്റ് ബ്യൂറോക്രസി, ഇൻഎഫിഷ്യൻസി ഇതെല്ലാം വന്നു. പിന്നെ എല്ലാ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലും പല ഈക്വൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി കുറെ അനാവശ്യം എന്ന് പറയുന്നില്ല, പക്ഷെ എന്നിരുന്നാലും ഗവൺമെന്റ് ബിക്കെയിം ബ്ലോട്ടഡ്. അപ്പൊ അത് ഒത്തിരി കൺട്രോൾ ചെയ്യാനായിട്ട് സാധിച്ചു. ഒരു $9 ബില്യൺ എങ്കിലും വേസ്റ്റ് ആൻഡ് അബ്യൂസ് കുറയ്ക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഗവൺമെന്റ് എഫിഷ്യൻസി 3,17,000 ഗവൺമെന്റ് എംപ്ലോയീസിന്റെ നമ്പർ കുറച്ചു. എന്നിട്ടും പല ഡിപ്പാർട്ട്മെന്റുകൾ, ഫോർ എക്സാമ്പിൾ VA ഡിപ്പാർട്ട്മെന്റ് ഓഫ് എനർജി പണ്ടത്തെക്കാളും വളരെ എഫിഷ്യന്റ് ആയിട്ടാണ് നടക്കുന്നത്. അത് മാത്രമല്ല ഈ ഡീറെഗുലേഷൻ ആ ഒരു കാര്യത്തിലും ഒത്തിരി ഇമ്പ്രൂവ്മെന്റ് വരുത്തിയിട്ടുണ്ട്. ഒരു പുതിയ റെഗുലേഷൻ ബുക്കിൽ എഴുതണം എന്നുണ്ടെങ്കിൽ ഏതാണ്ട് 129 കട്ട് ചെയ്തതിന് ശേഷമാണ്. അതായത് 1:129 റേഷ്യോയിലാണ് പുതിയ റെഗുലേഷൻ വരുന്നത്. അതായത് ഒരു റെഗുലേഷൻ വരുമ്പോൾ 129 പോവും. അപ്പൊ അതുകൊണ്ട് തന്നെ എസ്പെഷ്യലി എൻവയൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി, ഡിപ്പാർട്ട്മെന്റ് ഓഫ് എനർജി, ഇതിലെല്ലാം വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള പ്രോസസ്സ്, പെർമിറ്റിംഗ് പ്രോസസ്സ് സ്ട്രീംലൈൻ ചെയ്തു, വളരെ ഫാസ്റ്റ് ആക്കി. ഇതൊക്കെ വളരെ ഗവൺമെന്റ് എഫിഷ്യൻസി ഇംപ്രൂവ്മെന്റ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് മേജർ അക്കംപ്ലിഷ്മെന്റ്. അതും അച്ചീവ് ചെയ്ത് വളരെ ഫാസ്റ്റ് ആണ്, വാർ സ്പീഡിലാണ് ഇതെല്ലാം അച്ചീവ് ചെയ്തത്. അപ്പൊ അതിന് ക്രെഡിറ്റ് കൊടുക്കാതിരിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് തന്നെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഉള്ളില് ഡിപ്പെൻഡിങ് പല പോൾസ് ഉണ്ട്, പക്ഷെ എന്നാലും എനിവർ ഫ്രം 80 to 85% സപ്പോർട്ട് ഇപ്പോഴും പ്രസിഡന്റിനുണ്ട്. ഓവറോൾ അപ്രൂവൽ റേറ്റിംഗ് ഡിപ്പെൻഡിങ് അപ്പോൺ വിച്ച് പോൾ യു ലുക്ക് അറ്റ്, അപ്പൊ 35% to 45% അതും ഉണ്ട്. അപ്പോൾ അത് ഇറ്റ്സ് നോട്ട് അൺയൂഷ്വൽ. ഒബാമ ഡിഡ് ദ സെയിം തിങ്, ക്ലിന്റൺ ഹാഡ് ദ സെക്കൻഡ് ടേം, ഹി ഹാഡ് ദ സെയിം തിങ്. അപ്പൊ അതൊന്നും അൺയൂഷ്വൽ അല്ല. അപ്പോ ഫസ്റ്റ് ഇയർ അക്കംപ്ലിഷ്മെന്റ് കാര്യത്തിൽ ഈ 5 മേഖലകളിലും നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. സാറ് പറഞ്ഞതുപോലെ ഈ 5 മേഖലകളിലും നല്ല രീതിയിലുള്ള ഒരു നേട്ടം കൈവരിക്കാൻ ട്രംപിന് സാധിക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഈ അമേരിക്കയും മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം, ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ യൂറോപ്യൻ യൂണിയനിലെ പല രാജ്യങ്ങളും പറയുന്നുണ്ട് ഈ സഖ്യകക്ഷികൾക്ക് നേരെ താരിഫ് ഇങ്ങനെ ചുമത്തുന്നത് ശരിയല്ല എന്ന രീതിയിലുള്ള കാര്യം. നമുക്ക് അമേരിക്കയെ സംബന്ധിച്ച് എക്കാലത്തും വലിയൊരു നേട്ടം എന്ന് പറയുന്നത് വിവിധ രാജ്യങ്ങളിൽ അമേരിക്ക നടത്തുന്ന ഇടപെടൽ, അതായത് സോഫ്റ്റ് പവർ എന്നൊരു കൺസെപ്റ്റ് ആയിരുന്നു. പക്ഷെ അതൊക്കെ മാറി മറിയുന്ന ഒരു അവസ്ഥ. ഇപ്പം മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ കാര്യമായിട്ടുള്ള ഒരു ഉലച്ചിൽ തട്ടുന്നില്ല. അത് അമേരിക്കയെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന രീതിയിലേക്ക് ഒരു ചിന്താഗതി മാറുന്നില്ല. അത് അമേരിക്കയ്ക്ക് ദീർഘകാല അടിസ്ഥാനത്തിൽ ഒരു ദോഷം ചെയ്യാനുള്ളൊരു സാധ്യതയില്ലേ? എന്നെ സംബന്ധിച്ച് there are some things that I don't like എന്ന് പറഞ്ഞില്ലേ, ഇതൊരു കാര്യമാണ്. അമേരിക്ക ആസ് എ ബ്രാൻഡ് അതിന് കുറച്ചൊരു ഡാമേജ് വന്നിട്ടുണ്ട്, അതിനൊരു ഇടിവ് വന്നിട്ടുണ്ട്. അത് ട്രംപിന്റെ how abrasive he reacts, and he always kind of very chaotic approach to the international issues. But he is a solution oriented person. ട്രംപ് ഇന്ന് കണ്ട ആള് തന്നെയാണ് കഴിഞ്ഞ ടേമിലും അതിനു മുമ്പും. ട്രംപിന്റെ അപ്രോച്ചിൽ യാതൊരു ചേഞ്ചും വന്നിട്ടില്ല. അത് പ്രൈവറ്റ് സിറ്റിസൺ ആയിരിക്കുമ്പോഴും മീഡിയയിലായിരുന്നപ്പോഴും ഫസ്റ്റ് ടേമിനേക്കാളും കുറച്ചും കൂടി ഭേദം വന്നിട്ടുണ്ടെന്ന് മാത്രം. പക്ഷെ എന്നിരുന്നാലും ബേസിക് ക്യാരക്ടറിസ്റ്റിക്സിൽ യാതൊരു ചേഞ്ചും വന്നിട്ടില്ല. പക്ഷെ അതുകൊണ്ട് അമേരിക്കൻ ബ്രാൻഡിന് ഒരു വി ഹാവ് ടേക്കൺ എ ഹിറ്റ്, അതിൽ യാതൊരു സംശയവുമില്ല. ദിസ് കുഡ് ബി ഡിഫറെന്റ്. പക്ഷെ ട്രംപിന്റെ അപ്രോച്ച്, ട്രംപിന്റെ കൺവിക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടാരിഫ് ആയാലും ഗ്ലോബൽ പൊളിറ്റിക്സ് ആയാലും യുണൈറ്റഡ് നേഷൻസ് ആയാലും വേൾഡ് അഫയേഴ്സിൽ ഇൻവോൾവ് ചെയ്യുന്നതായാലും അമേരിക്ക ടേക്സ് ദ ലീഡർഷിപ്പ്. America pays 70% of the money, but America is not given that respect
വെദർ ഇറ്റ് ഈസ് യുണൈറ്റഡ് നേഷൻസ്, വെദർ ഇറ്റ് ഈസ് യൂറോപ്യൻ കൺട്രീസ്. ഇപ്പൊ ഈ യൂറോപ്യൻ കൺട്രീസ് ദേ ആർ റണ്ണിങ് എ ഹ്യൂജ് ഡെഫിസിറ്റ് അഗൈൻസ്റ്റ് US. കാരണം അവർക്ക് നമുക്ക് ഇവിടുന്ന് ഫോർഡോ GMO കാറുകൾ അവിടെ വിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതേസമയം അവരുടെ സാധനങ്ങളൊക്കെ ഇവിടെ മെഴ്സീഡസ് ബെൻസും ഇവിടെയൊക്കെ എല്ലാ ഷോറൂം നിറച്ച് ഇവിടെ ഇരിക്കുകയാണ്. സോ അതിന് അപ്പോ ട്രംപിന്റെ ഫിലോസഫി വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ നിങ്ങളൊക്കെ ഞങ്ങളെ മുതലെടുത്തു. സോ ഇത് now it is our time. We understand that this order is not going to work for United States. കാരണം ഇവിടെ $37 trillion ഡെഫിസിറ്റ് ആണ് അമേരിക്കയിൽ. ഈ ഡെഫിസിറ്റ് കുറച്ചില്ലെങ്കിൽ നമ്മളുടെ ഭാവിയിൽ നമ്മുടെ മക്കളുടെയും ഒക്കെ ഭാവിയാണ് നമ്മൾ പണയപ്പെടുത്തുന്നത്. അത് മനസ്സിലാക്കിയ ഒരു നേതാവ് എന്ന് പറയാനായിട്ട് ട്രംപ് ഉള്ളൂ. കാരണം ഇത് എന്തെങ്കിലും ഡ്രാസ്റ്റിക് ആയിട്ട് ഒരു ആക്ഷൻ എടുത്തില്ലെന്നുണ്ടെങ്കിൽ ഒരു 10-15 കൊല്ലം കഴിയുമ്പോൾ അമേരിക്കയുടെ സ്ഥിതി വളരെ വളരെ മോശം. ഇപ്പോ യൂറോപ്പ് കടന്നു പോകുന്നത് ഇപ്പോൾ ജർമ്മനി ആയിക്കഴിഞ്ഞാലും ഫ്രാൻസ് ആയാലും ബെൽജിയം ആയിക്കഴിഞ്ഞാൽ ഇവരൊക്കെ കടന്നു പോകുന്ന എക്കണോമിക് സ്റ്റാഗ്നേഷൻ ഉണ്ടല്ലോ, അത് തന്നെയായിരിക്കും. അസ് എ ഗ്ലോബൽ ഡൊമിനൻസും കൂടി അതോടുകൂടി കുറഞ്ഞു കഴിഞ്ഞാൽ then അമേരിക്ക വിൽ ഹാവ് എ ബ്ലീക്ക് ഫ്യൂച്ചർ. അപ്പൊ അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ടഫ് നെഗോഷിയേഷൻ ഒക്കെ എടുക്കുന്നത്. പക്ഷെ അതിന്റെ രീതി, അതിന്റെ അപ്രോച്ച്, അതിന്റെ the way he is acting or talking to people, അതൊരു ബ്രാൻഡ് ഡാമേജ് ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇനിയിപ്പോ 3 കൊല്ലം കഴിഞ്ഞാൽ പുതിയൊരു പ്രസിഡന്റ് വന്നു കഴിഞ്ഞാൽ ഒരു നൈസ് ടോക്കിംഗ് ഡിപ്ലോമാറ്റിക് പ്രസിഡന്റ്, ഹി ക്യാൻ ക്യൂർ ഓൾ ദീസ്. അപ്പോ ഈ നേതാക്കന്മാര് വരും പോവും. അപ്പൊ അതിലൊന്നും വലിയ വ്യത്യാസം ഒന്നും ഉണ്ടാവാൻ പോണില്ല. കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും മറക്കുകയും ചെയ്യും. പക്ഷേ ബ്രാൻഡ് ഡാമേജ് ഉണ്ടെന്നുള്ളത് കറക്റ്റ് ആണ്. പക്ഷെ അത് റെക്ടിഫൈ ചെയ്യാവുന്നുള്ളൂ. ലോങ് ടേം ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു കൗതുകത്തിന് വേണ്ടിയാണ് ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് ട്രംപ് ഈ നോബൽ പ്രൈസിന്റെ കാര്യത്തിൽ ഇത്ര വാശി പിടിക്കുന്നത്? മിക്ക പ്രസംഗങ്ങളിൽ അദ്ദേഹം പറയും 8 യുദ്ധം അവസാനിപ്പിച്ചു, 7 യുദ്ധം അവസാനിപ്പിച്ചു, അങ്ങനെ ആ ഒരു കണക്ക് അദ്ദേഹം നിരത്താറുണ്ട്. എന്തുകൊണ്ടാണ് ഈ കാര്യത്തിൽ അദ്ദേഹത്തിന് വല്ലാത്തൊരു വാശി? അത് എനിക്കും പിടികിട്ടാത്തൊരു സംഗതിയാണ്. കാരണം ഒബാമ ആദ്യമായിട്ട് എലക്ട് ചെയ്ത് ഒന്നും ചെയ്യാണ്ട് തന്നെ നോബൽ പീസ് പ്രൈസ് കൊടുത്തു ഒബാമയ്ക്ക്. ട്രംപ് ഇത്രയൊക്കെ ചെയ്തിട്ട് കിട്ടണില്ല എന്ന് പറഞ്ഞു. പക്ഷെ കിട്ടാത്ത കാര്യത്തിന് പരാതി പറയുന്നത്, അത് നോബൽ പ്രൈസ് ആയിക്കോട്ടെ വേറെ എന്തായിക്കോട്ടെ, അതിങ്ങനെ എണ്ണി പറക്കി പറയുന്നത് പുള്ളിയുടെ ഒരു സ്വഭാവമാണ്. അത് എന്തുകൊണ്ടാണ്, അത് ഒരു ലോക നേതാവിന് ചേർന്നതല്ല എന്ന് എനിക്കറിയാം. പക്ഷെ എന്തുകൊണ്ടാണ് അത് ചെയ്യണമെന്ന് എനിക്ക് it beats me why it is so important to him. And he beat up every occasion he gets. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഇൻസിഡന്റ് ഈ കാലയളവിൽ നടന്നത് വെനിസ്വലയിലേക്ക് അമേരിക്ക നടത്തിയ ആ ഒരു ആക്രമണം, മഡൂറോനെ അവിടുന്ന് തൂക്കിയെടുത്ത് അമേരിക്കയിലേക്ക് എത്തിക്കുന്നു. പക്ഷേ അമേരിക്കയെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവിടെ നിന്നുള്ള ഈ ഡ്രഗ് കാർട്ടൽസ്, അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ അവർക്കെതിരെയുള്ള ശക്തമായിട്ടുള്ള നടപടി, അങ്ങനെ ഒരു ആംഗിൾ അതിൻ്റെ അകത്ത് ഉണ്ടെങ്കിൽ പോലും പക്ഷേ അതൊരു ബാഡ് എക്സാമ്പിൾ മറ്റ് രാജ്യങ്ങൾക്കും നൽകാനുള്ളൊരു സാധ്യതയില്ലേ? ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ചൈനയ്ക്ക്, ഇപ്പോൾ തായ്വാനിൽ അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ തായ്വാൻ്റെ ഭരണാധികാരിയെ പൊക്കിക്കൊണ്ടുവന്നു. ഇപ്പോൾ റഷ്യ, പുട്ടിന് സെലൻസ്കി ഇഷ്ടമല്ലെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ സെലൻസ്കിയെ തൂക്കിയെടുത്തുകൊണ്ട്, അത് എത്രത്തോളം സാധ്യമാവും അമേരിക്ക പോലെ അവർ എക്സ്പെർട്ടൈസ് ആണോ എന്ന കാര്യത്തിൽ നമുക്ക് അത് വേറൊരു വശം. പക്ഷേ അതൊരു ബാഡ് എക്സാമ്പിൾ നൽകാനുള്ളൊരു സാധ്യതയില്ലേ ആ ഒരു ഇൻസിഡന്റ്? ഇതിന് നമ്മൾ ചരിത്രത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കേണ്ട ഒരു കാര്യമുണ്ട്. കാര്യം പല നാഷണൽ ലീഡേഴ്സ്, അതിപ്പോ കൊളംബിയയിലായാലും വെനിസ്വേലയിലായാലും മറ്റ് ലാറ്റിൻ അമേരിക്കൻ കൺട്രീസ്, ഇവരൊക്കെ ഡ്രഗ് കാർട്ടലുമായിട്ട് ബന്ധമുള്ളതാണ്. ഇവരൊക്കെ ഈ ഡ്രഗ് ഇവിടെ അമേരിക്കയിലാണ് ഇതിന്റെ ഏറ്റവും വലിയ മാർക്കറ്റ്. അപ്പൊ ഇവിടെ നിന്ന് കാശുണ്ടാക്കുന്നത്. അപ്പോ ഈ പല ലീഡേഴ്സിനും ഇവിടെ അമേരിക്കയിലെ കോടതി എൻഡൈറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഈ മഡൂറോനെയും ഇവിടെ എൻഡൈറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇതുപോലെ തന്നെ പാനമയിലെ മാനുവൽ നൊറിയേഗ, അത് ക്ലിന്റന്റെ സമയത്താണ്. അപ്പോ അദ്ദേഹത്തിനെയും ഇവിടെ അമേരിക്കയിൽ എൻഡൈറ്റ് ചെയ്തിട്ടുള്ളതാണ്. പുള്ളീനെയും അവിടെ പാനാമയിൽ പോയി പിടിച്ചുകൊണ്ടുവന്നു. അപ്പൊ ഇത് ആദ്യമായിട്ടൊന്നുമല്ല ഇത് ചെയ്യുന്നത്. നാഷണൽ ലീഡേഴ്സിനെയും പലപ്പോഴും ഇവരെ എൻഡൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇവർ നാഷണൽ ലീഡേഴ്സ് അല്ല. പക്ഷെ ഇവിടെ ഒരു എൻഡൈറ്റ്മെന്റ് ഉള്ള സ്ഥിതിക്ക് അവരെ പിടിച്ചുകൊണ്ടിരുന്നത് ഇത് ആദ്യമായിട്ടൊന്നുമല്ല. പക്ഷേ ഈ ഡ്രഗ് അമേരിക്കയിലേക്ക് വരുന്നത് നിർത്തിയില്ലെങ്കിൽ അതാണ് അമേരിക്കനെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ യുവജനങ്ങളുടെ ഏറ്റവും കാഷ്വാലിറ്റി ഉള്ള ഒരു ഏരിയ അതാണ്. അത് തടയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അമേരിക്കനെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ വേറൊരു കാര്യം,
ഇത് മീഡിയയിൽ കാര്യമായിട്ട് സംസാരിക്കാത്ത വേറൊരു സംഗതിയുണ്ട്. ഇതിന്റെ പുറകില് ഈ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മറ്റേ യൂട്യൂബില് മലയാളത്തിൽ പല ചാനലുകൾക്ക് സ്റ്റുപ്പിഡ് ആണ്, മറ്റതാണ്, മറിച്ചാണ്. പക്ഷെ ഹീസ് വെരി കാൽക്കുലേറ്റഡ്. ഡെസ്പൈറ്റ് ഹിസ് അബ്രൈസീവ്നെസ്, he is very smart. He has got smart team with him, and he sees this as a global chessboard. ഓക്കെ. അപ്പൊ വെനിസുലയില് $300 billion oil reserve ഉണ്ട്. That is $17 trillion worth, and it's got an unimaginable amount of gold deposit in Nina. പക്ഷെ ഇതൊന്നുമല്ല കാര്യം. വെനിസുലയിൽ നിന്നുള്ള ഓയിൽ വാങ്ങിക്കുന്നത് ആരാ? ചൈന. ഓക്കെ. ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇറാനിലെ മുഴുവൻ ഓയിൽ വാങ്ങിച്ചാലും, റഷ്യയിലെ 40% ഓയിൽ വാങ്ങിച്ചാലും, വെനിസുലയിലെ മുഴുവൻ 100% ഓയിൽ വാങ്ങിച്ചു കഴിഞ്ഞാലും ചൈനയുടെ ദാഹം തീരൂല. ചൈനയ്ക്ക് അപ്പോഴും 80% അവരുടെ റിക്വയർമെന്റ് ആവണുള്ളൂ. അപ്പൊ ട്രംപിന്റെ ഉദ്ദേശം എന്താ? ട്രംപിന്റെ ഉദ്ദേശം റിയൽ എനിമി ഈസ് ചൈന. യൂറോപ്പ് അല്ല, റഷ്യ അല്ല, ഇന്ത്യ അല്ല, ആരുമല്ല. റിയൽ എനിമി ഈസ് ചൈന. ചൈന ചെക്ക്മേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ചൈനയിലേക്കുള്ള സപ്ലൈ ഒന്ന്, ലൈഫ് ലൈൻ ഈസ് ഓയിൽ. അപ്പൊ ഓയില് അമേരിക്കനെ സംബന്ധിച്ചിടത്തോളം വെനിസുലയിലെ ഓയിലിന്റെ ആവശ്യമില്ല. കാരണം അമേരിക്ക ഹാസ് ഗോട്ട് ഇനഫ് ഓയിൽ. ബട്ട് ദ കീ ഈസ് നോട്ട് ടു ഓൺ ദ ഓയിൽ, ബട്ട് ടേക്ക് കൺട്രോൾ ഓഫ് ഹൂ ഹാസ് ആക്സസ് ടു ഇറ്റ്. അവിടെയാണ് ചെക്ക്മേറ്റ്. അതാണ് ട്രംപ് ചെയ്യുന്നത്. അപ്പൊ അതിൽ മാത്രമല്ല, ഈ ഗ്ലോബൽ ചെക്ക്മേറ്റ് എന്ന് പറയുന്നത് അതൊന്ന്. രണ്ടാമത് NVIDIA ചിപ്സ്, അഡ്വാൻസ്ഡ് ചിപ്സ്, അത് പ്രൊഹിബിറ്റ് ചെയ്തു. അതെന്തിനാ? ട്രംപ് വാണ്ട്സ് ടു സ്ലോ ഡൗൺ ദെയർ AI അഡ്വാൻസ്മെന്റ് ചൈനയിലെ. അതിനു വേണ്ടിയിട്ടാണ് അഡ്വാൻസ് ചിപ്സ് കൊടുക്കാത്തത്. ചൈന ഇതൊക്കെ കണ്ടുപിടിച്ച് അവർ അഡ്വാൻസ് ചെയ്യും. പക്ഷേ ട്രംപ് വാണ്ട്സ് ടു സ്ലോ ഡൗൺ. കാരണം AI സൂപ്പർ പവർ ചൈനയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇന്ത്യക്കും യൂറോപ്പിനും അമേരിക്കയ്ക്കും എല്ലാവർക്കും ഗതികേടാവും. എല്ലാവർക്കും യാതൊരു സംശയവുമില്ല. സോ ട്രംപ് അണ്ടർസ്റ്റാൻഡ്, ട്രംപിന്റെ ടീം, മാർക്കോ റൂബിയോ, ഹോവാർഡ് ലെറ്റ്നിക്, സ്കോട്ട് ബെസന്റ്, ട്രഷറി സെക്രട്ടറി, എവറിബഡി നോസ് ദാറ്റ് ചൈനനെ ഈ അടുത്ത 4-5 കൊല്ലത്തിനുള്ളിൽ തളച്ചില്ലെങ്കിൽ വേൾഡ് വിൽ ഹാവ് എ ബിഗർ എനിമി ടു ഡീൽ വിത്ത്, and China has no moral compass at all. അത് ഇന്ത്യക്കും ബാധകമാണ്. അപ്പൊ ഇതിന്റെ ഈ വെനിസുല അത് ഒറ്റയ്ക്കായിട്ട് ആ ഒരു സംഭവത്തെ എടുക്കാൻ പറ്റില്ല. ആ സംഭവം എന്ന് പറയുന്നത് അതിന് വളരെയധികം റിപ്പർക്കഷൻസ് ഉണ്ട്. അത് ഇറാനിൽ അതിന്റെ ഇൻഫ്ലുവൻസ് ഉടനെ തന്നെ ഈ അടുത്ത 1-2 ആഴ്ചക്കുള്ളിൽ ആ ഒരു ഇൻഫ്ലുവൻസ് കാണാം. അതുപോലെ തന്നെ ചിപ്സ് ആയിട്ടും ഇല്ല, ചൈനേനെയാണ് ശരിക്കും തളക്കാനായിട്ട് ട്രംപ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വെനിസുല ഈസ് എ ലെസൺ ഫോർ ചൈന. സോ ചൈന വിൽ നോട്ട് ഗോ ഇൻ ടു തായ്വാൻ. ചൈന വിൽ നോട്ട് അഡ്വാൻസ് ഫാസ്റ്റ് ഇൻ ടു ദ AI. China's military will have always lagging behind American dominance. ഇതാണ് ട്രംപിന്റെ ഉദ്ദേശം. നേരത്തെ അങ്ങ് സൂചിപ്പിച്ച ആ ഒരു ഇറാൻ്റെ ആ ഒരു വിഷയം നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ തന്നെ വലിയ രീതിയിലുള്ള മിലിറ്ററി മൂവ്മെൻറ്റ്, US മിലിറ്ററി മൂവ്മെൻറ്റ് ആ ഭാഗത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇറാനെ ആക്രമിക്കുക എന്ന വലിയൊരു റിസ്ക് അമേരിക്ക ഏറ്റെടുക്കാനുള്ളൊരു സാധ്യതയുണ്ടോ? അതോ നേരത്തെ അങ്ങ് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരു കയറ്റിയിട്ടടിക്കുക എന്ന ഒരു ട്രംപിൻ്റെ സ്വതസിദ്ധമായിട്ടുള്ള ഒരു നിലപാടിൻ്റെ ഭാഗമാണോ ഈ ഭീഷണികളും അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സൈനികമായിട്ടുള്ള നീക്കങ്ങളൊക്കെ? ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇറാനെ ഒതുക്കുക എന്നുള്ളത് വളരെ ടോപ്പ് പ്രയോറിറ്റിയാണ്. അത് ഇറാനും അമേരിക്കയുടെ ഇൻട്രസ്റ്റ് മാത്രമല്ല. കാരണം ഡെത്ത് ടു അമേരിക്ക എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് 1979 പറഞ്ഞു തുടങ്ങിയതാണ്. അത് മാത്രമല്ല, ഏറ്റവും വീക്കായിട്ടുള്ള ഒരു സന്ദർഭമാണിത്. ഈ 12-day വാറിൽ ഒരുമാതിരി ന്യൂക്ലിയർ ഫെസിലിറ്റീസിൻ്റെ എല്ലാം താറുമാറായി. അതേസമയം ഗ്ലോബൽ ജിയോ പൊളിറ്റിക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൗദി അറേബ്യ ആയാലും മറ്റു രാജ്യങ്ങൾ, ഗൾഫ് കൺട്രീസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഡോമിനൻസിന് ഏറ്റവും തടസ്സമായിട്ട് നിൽക്കുന്നത് ഇറാനാണ്. അപ്പോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇറാന്റെ മിലിറ്ററി IRGC ഏറ്റവും വീക്കായിരുന്ന സന്ദർഭത്തിൽ, അതേസമയം ഇറാനിയൻ ജനത ഏറ്റവും ഫ്രീഡത്തിന്റെ അടുത്ത് വന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ
അമേരിക്ക അതിൽ ഇടപെടും എന്നുള്ളതാണ് എൻ്റെ നിഗമനം. അത് IRGC ഹെഡ്ക്വാർട്ടേഴ്സും ബലസ്റ്റിക് മിസൈൽസും ഇതെല്ലാം നശിപ്പിച്ചു കഴിഞ്ഞാൽ സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസ് വിതിൻ IRGC അത് എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇതിനൊരു ബൂട്ട്സ് ഓൺ ദ ഗ്രൗണ്ട് ഇല്ലാതെ തന്നെ ഇതിനൊരു ശമനം ഉണ്ടാവും. കാരണം വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഇന്നലെ പറയുന്നുണ്ട് IRGCയുടെ ബാക്ക് ചാനൽ കോൺവെർസേഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. ട്രംപ് പറഞ്ഞു അൺകണ്ടീഷണൽ സറണ്ടർ, അത് മാത്രമേ അവർ ഇറാനിന് ഇനി രക്ഷയുള്ളൂ. ദാറ്റ് ഈസ് ദ ഓൺലി തിങ് ഹി വാണ്ട്സ് ഫ്രം ഇറാൻ. അപ്പോ അങ്ങനെയാണ് ഇപ്പൊ നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നത് അടുത്ത ഒരു 10 ദിവസത്തിനുള്ളിൽ എന്തെങ്കിലും ആക്ഷൻ ഉണ്ടാവും. എനിക്ക് തോന്നുന്നു ട്രംപ് ഈ കഴിഞ്ഞ ഒരു വർഷം ആഗ്രഹിച്ചിട്ടും നടപ്പാക്കാൻ സാധിക്കാതെ പോയ അല്ലെങ്കിൽ നേടിയെടുക്കാൻ സാധിക്കാതെ പോയ ഒരു നേട്ടം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു റഷ്യ യുക്രൈൻ ആ ഒരു യുദ്ധമാണ്. അത് ഇതുവരെ അവസാനിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. ഒരു സീസ് ഫയറിലേക്കൊക്കെ വരും എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ഘട്ടത്തിലാണ് വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണം ഉണ്ടാകുന്നത്. എന്തുകൊണ്ട് ആ ഒരു വിഷയത്തിൽ അദ്ദേഹത്തിന് ഒരു കാര്യമായിട്ടുള്ള നേട്ടം കൈവരിക്കാൻ സാധിക്കില്ല? ചെറിയ ചെറിയ നേട്ടങ്ങളുണ്ട്, പക്ഷേ ഒരു ഫൈനൽ സൊല്യൂഷനിലേക്ക് എന്തുകൊണ്ട് ആ ഒരു വിഷയം കൊണ്ടുചെന്ന് എത്തിക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല? അത് നല്ലൊരു ടോപ്പിക്കാണ്. കാരണം ദാവോസില് ബാക്ക്ഗ്രൗണ്ടിൽ നടന്ന ഒരു വളരെ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റിയ, യൂറോപ്യൻ ലീഡേഴ്സിനെ സംബന്ധിച്ചും പിടിച്ചുപറ്റിയ വേറൊരു നാടകമുണ്ട്. ജാരഡ് കുഷ്ണറും സ്റ്റീവ് വിറ്റ്കോഫ്. Steve Witkoff is the top negotiator for Trump. ഇവര് രണ്ടുപേരും കൂടിയിട്ട് ഡിമിട്രോവ് ഫ്രം റഷ്യ, മറ്റേ പുട്ടിന്റെ കോൺഫിഡന്റും അവരുടെ അണ്ടർലിങ്സും കൂടിയിട്ട് ദാവോസിൽ ഒരു ദിവസം മുഴുവൻ അവിടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിനുശേഷം ജാരഡ് കുഷ്ണറും സ്റ്റീവ് വിറ്റ്കോഫും ഡിമിട്രോവും എല്ലാവരും കൂടിയിട്ട് മോസ്കോയിലേക്ക് പോയി. മോസ്കോയിൽ പോയി 4 മണിക്കൂർ നേരം പുട്ടിനുമായിട്ട് ചർച്ച നടത്തി. ചർച്ച നടത്തിയതിന് ശേഷം ഇനി അടുത്ത മീറ്റിംഗ് അബുദാബിയിലാണ് വെച്ച് നടക്കാൻ പോകുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഡാവോസിൽ നടന്നത് ഫസ്റ്റ് പിച്ചാണ്, മോസ്കോയിൽ നടന്നത് നെഗോഷിയേഷൻ ആണ്. ഇനി ട്രീറ്റ് വരാൻ പോകുന്നത് അബുദാബിയിലാണ്. അതേസമയം സെലൻസ്കീനെ ഓൾറെഡി പോക്കറ്റിലാക്കി വെച്ചു. സെലൻസ്കിയുടെ പ്രസംഗം ശ്രദ്ധിച്ചോ? യൂറോപ്യൻ രാജ്യങ്ങളെ ശരിക്ക് അടിമുടി നിശിതമായിട്ട് വിമർശിച്ച ഒരു പ്രസംഗമായിരുന്നു. ഇപ്പോ ട്രംപ് സെലൻസ്കി ആദ്യമായിട്ട് വൈറ്റ് ഹൗസിൽ വരുമ്പോൾ അവന്റെ സ്കൂൾ ബോയ് ആയിട്ട് അതുപോലെ ട്രാഷ് ചെയ്തതാണ്. ഇപ്പൊ നൗ ഹി ഈസ് സെലൻസ്കി ബിക്കേം ക്ലോസ് ഫ്രണ്ട്. ആൻഡ് സെലൻസ്കിയുടെ പ്രസംഗം നോക്കി അറിയാം യൂറോപ്യൻ രാജ്യങ്ങളെ അവരാണ് കുറെ കാശും കൊടുക്കുന്നത്, അവരെ കുറ്റം പറഞ്ഞിട്ടുള്ള ഇതായിരുന്നു. അപ്പൊ ഏതാണ്ട് അണ്ടർഗ്രൗണ്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ് വന്നിട്ടുണ്ട്. ഇങ്ങനെ ടെറിട്ടോറിയൽ കൺസെഷൻസ്, അതാണ് പുട്ടിനെ സംബന്ധിച്ചോളം വേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വൈകിയത്. കാരണം പുട്ടിനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ മറ്റേ ട്രംപ് വന്നതിന് ശേഷം ഒരുപാട് ടെറിട്ടോറിയൽ ക്ലെയിംസ് ഉണ്ടായിരുന്നു. അത് റിക്കൺസൈൽ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ട് വന്നു. അതുകൊണ്ടാണ് ഇത്ര നീണ്ടുപോയത്. ഇപ്പോ യുക്രൈനിയൻ പ്രോജക്റ്റിൽ ഒരുപാട് നഷ്ടങ്ങളും ആൾ നഷ്ടവും അതുപോലെ തന്നെ എക്കോണമി നഷ്ടവും വന്നു കഴിഞ്ഞപ്പോൾ ട്രംപിന്റെ യൂഷ്വൽ നെഗോഷിയേറ്റിംഗ് സ്റ്റൈൽ കാരറ്റ് ആൻഡ് സ്റ്റിക്ക്. അപ്പൊ കാരറ്റ് എന്ന് പറയുന്നത് സ്വിഫ്റ്റ് സിസ്റ്റത്തിലേക്ക് റഷ്യനെ കൊണ്ടുവരിക, ഓയിൽ പ്രൈസ് സ്റ്റെബിലൈസ് ചെയ്യുക. ഇത് രണ്ടും ഉണ്ടെങ്കിൽ റഷ്യ ക്യാൻ റീബിൽഡ്. അവരുടെ സ്റ്റിക്ക് എന്ന് പറയുന്നത് ഇത് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അമേരിക്ക ക്യാൻ ഡിഫ്ലേറ്റ് ദ ഓയിൽ പ്രൈസ് ആൻഡ് എൻഫോഴ്സ് ദ സ്വിഫ്റ്റ് സിസ്റ്റം. അവരുടെ ഫൈനാൻഷ്യൽ തിങ് ദേ ക്യാൻ കടിഞ്ഞാണിടാൻ പറ്റും. അപ്പോൾ കാരറ്റ് ആൻഡ് സ്റ്റിക്ക് അപ്രോച്ച് നടക്കുന്ന ഒരു പരുവത്തിലേക്ക് ഈ റഷ്യ യുക്രൈൻ ഇത് വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ മോസ്കോ 4-hour ഡിസ്കഷൻ ആൻഡ് their decision to go to Abu Dhabi for the final, that means that we are very close to a deal. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യം, ഇപ്പോൾ അമേരിക്കയുടെ ബ്രാൻഡിന് സംഭവിച്ച ഒരു ഡാമേജ്, അതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകം ഈ H-1B വിസയുമായി ബന്ധപ്പെട്ടുള്ള ബിസിനസ് വിസയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ ട്രംപ് എടുത്തിരിക്കുന്ന നിലപാട്, അത് എത്രത്തോളം പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു ഉലച്ചിൽ തട്ടിയിട്ടുണ്ട്? എന്നെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ഡിസപ്പോയിന്റിങ് ഏരിയ ആണ് ഇന്ത്യ ആയിട്ടുള്ള ട്രേഡ് സ്പാറ്റ്, അതുപോലെ തന്നെ H-1B ഇഷ്യൂ. ഈ ട്രേഡ് സ്പാറ്റ്
ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ ഈ H1B ഇഷ്യൂ ഇത്രയും പ്രശ്നമാവാൻ സാധ്യമായിരുന്നില്ല. അതേസമയം ഒരുപാട് കംപ്ലൈന്റ് H1B മിസ്യൂസ് ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റിയിട്ട് വളരെ നാളുകളായിട്ട് കംപ്ലൈന്റ് ഉള്ളതാണ്. കാരണം ഇന്ത്യയിൽ നിന്നുള്ള IT കമ്പനീസ് തന്നെ, TCS, ഇൻഫോസിസ്, എല്ലാവരും they apply for the same person, same H1B applicant, multiple applications. അപ്പൊ കഴിഞ്ഞ കൊല്ലം വിസ ലോട്ടറിയുടെ സമയത്ത് ഒരു ആപ്ലിക്കന്റിന് ഒരു ആപ്ലിക്കേഷൻ ആ ഒരു ഇതില് റെസ്ട്രിക്ഷനും വരുത്തി കഴിഞ്ഞപ്പോൾ ടോട്ടൽ ആപ്ലിക്കേഷൻ H1B ആപ്ലിക്കേഷൻ 38% കുറഞ്ഞു. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്ത്യൻ കമ്പനീസ് were scheming the system. കാരണം there is 6 more times chance for an Indian applicant to get the H1B visa because they are under multiple applications. അതൊന്ന്. രണ്ടാമത്തത് ഇവിടത്തെ ചില യൂട്യൂബേഴ്സ്, ഞാൻ പറയാ യൂട്യൂബ് വിജിലാൻറ്റീസ് എന്ന് പറയും. അവരെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് അവര് USIS, ഇവിടെ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ്, ഇവര് H1Bക്ക് അപ്ലൈ ചെയ്യുന്ന കമ്പനികളിൽ അവരുടെ ലിസ്റ്റ് എടുക്കും. അതിന്റെ അവരുടെ അഡ്രസ്സൊക്കെ എടുത്തിട്ട് അവരവിടെ പോകും. അവരവിടെ പോകുമ്പോൾ മിക്കവാറും ഇന്ത്യൻ IT കമ്പനിയുടെ 10ഉം 20ഉം H1B ഉള്ള ആൾക്കാരുടെ ഓഫീസ് എന്താന്ന് നോക്കുമ്പോൾ ആരെങ്കിലും വീടാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഒരെണ്ണം വാച്ച് ചെയ്തു. ഡാളസിലെ ഒരു വീട്ടിലേക്ക് ഈ എന്താ പറയാ സാറ ഗൊൺസാലസ് എന്നാണ് ഈ യൂട്യൂബിന്റെ ഈ പെണ്ണ്, 2.2 മില്യൺ വ്യൂസ് ഉണ്ട്. അവരവിടെ ചെന്നു, വാതിലിൽ മുട്ടുന്നു. ഇത് USIS പ്രകാരം ഇവിടെ 21 H1B-കാരുണ്ടല്ലോ. അപ്പൊ ഇന്ത്യക്കാരൻ പുറത്തു വന്നു, ഇന്ത്യക്കാരൻ ഉടനെ തന്നെ പോലീസിനെ വിളിക്കുന്നു. അപ്പൊ ഇങ്ങനത്തെ കുറെ യൂട്യൂബുകൾ വരുന്നുണ്ട്. ഇതിന് ഈ സാറ ഗൊൺസാലസ് പറയുന്നത് ഇങ്ങനെ ഫീഡ് ചെയ്യുന്ന ഇൻഫർമേഷൻ തന്നെ ഇന്ത്യക്കാർ തന്നെയാണ് ഫീഡ് ചെയ്യണമെന്ന് പറയാ. കാരണം ഇവരുടെ H1 വന്നിട്ട് വിസ പോയി, അല്ലെങ്കിൽ ഇവരെ മിസ്ട്രീറ്റ് ചെയ്തു, ഇവരൊക്കെ തന്നെയാണ് കംപ്ലൈന്റ് ചെയ്യണത്. അപ്പൊ അങ്ങനെ പല ചാനലുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തു തുടങ്ങി. അത് ആ ഇന്ത്യൻ ബ്രാൻഡിന് H1B വിസയ്ക്ക് നല്ലൊരു ഡാമേജ് വരുന്നുണ്ട്. അപ്പൊ അതെങ്ങനെയെങ്കിലും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് സോൾവ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഇത് ഇന്ത്യൻ അമേരിക്കൻ ബ്രാൻഡിനെ ബാധിക്കും ഇവിടെ. അത് എല്ലാവരെയും ബാധിക്കും. അതിപ്പോ H1B അല്ലെങ്കിലും എല്ലാവരെയും ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇതൊക്കെ പെട്ടെന്ന് ദീർഘവീക്ഷണത്തോടുകൂടി ഇതൊന്ന് അവസാനിപ്പിക്കേണ്ട ഒരു സമയമായിട്ടുണ്ട്. ഇന്ത്യയുടെ ഭാഗത്തുനിന്നും കുറച്ചൊരു നല്ലൊരു കോൺഷ്യസ് എഫേർട്ട് വേണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അവസാനമായിട്ട് നമുക്കറിയാം, ഈ ട്രംപിൻ്റെ ആ പ്രചരണ കാലയളവിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തൊരു വിഷയമാണ് ഈ ക്രിസ്തീയ വിശ്വാസത്തിന് വേണ്ടി അല്ലെങ്കിൽ ധാർമ്മിക മൂല്യങ്ങൾക്ക് വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് പ്രോ ലൈഫ് പോലുള്ള ആശയങ്ങൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം നിലകൊണ്ട അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ. ആ ഒരു കാര്യത്തിൽ കഴിഞ്ഞ ഒരു വർഷത്തിൽ എത്രത്തോളം ഒരു പ്രോഗ്രസ് അദ്ദേഹത്തിന് നടത്താൻ സാധിച്ചിട്ടുണ്ട്? കഴിഞ്ഞ ഒരു വർഷത്തിൽ ക്രിസ്തീയ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു സുവർണ കാലഘട്ടം എന്ന് പറയാം. കാരണം ട്രംപ് ഓൾവേസ് ലിസൺ ടു Christian leaders, especially the evangelical leaders, the Catholic leaders. എല്ലാ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കും ഒരു ആക്സസ് ഉണ്ടായിരുന്നു. അതിപ്പോഴും വൈറ്റ് ഹൗസിലേക്ക് ആക്സസ് ഉണ്ട്. ഇപ്പോ ബോക്കോ ഹറാമിനോട് നൈജീരിയയിൽ ആക്ഷൻ എടുത്തത്. അതേസമയം വോക്കലായിട്ട് ഈവൻ ഇന്ത്യയിലെ പെർസിക്യൂഷൻ ഓഫ് ക്രിസ്ത്യൻസ് ഇൻ നോർത്ത് ഈസ്റ്റേൺ പാർട്ട് ആൻഡ് സം സെൻട്രൽ ഇന്ത്യൻ പ്ലേസസ്, അതൊക്കെ ട്രംപിന്റെ നിലപാടുകളിൽ ചില ഫ്രീഡം അംബാസിഡർ വഴിയും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വഴിയും പല വിധത്തിൽ ഇന്ത്യയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യ മാത്രമല്ല, അതുപോലെ മറ്റു പല രാജ്യങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ഫെയ്ത്ത് ബേസ്ഡ് കമ്മ്യൂണിറ്റീനെ സംബന്ധിച്ചിടത്തോളം ഒരു സെൻസ് ഓഫ് സെക്യൂരിറ്റി, സെൻസ് ഓഫ് ഹാവിങ് സംബഡി ഇൻ ദ വൈറ്റ് ഹൗസ്, സംബഡി ലുക്കിംഗ് ഔട്ട് ദെയർ ബാക്ക്, അങ്ങനെ ഒരു ഫീലിംഗ്, അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവാൻ സാധിച്ചു. അത് വലിയൊരു നേട്ടം എന്ന് തന്നെ പറയാം. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം റിപ്പബ്ലിക്കൻ പാർട്ടീനെ തന്നെ അത് റീമേക്ക് ചെയ്ത് ബ്ലൂ കോളർ വർക്കേഴ്സ് ആയിട്ടും, ദ പാരന്റ്സ് ഹു സെൻഡ് ദെയർ കിഡ്സ്, they want to know what they are being taught, not the transgenderism അങ്ങനത്തെ ഇതുകളൊന്നും അല്ല. അത് അങ്ങനത്തെ ഒരു ഗ്രൂപ്പ്. അതുപോലെ തന്നെ ഫെയ്ത്ത് ബേസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഫെയ്ത്ത് ബേസ്ഡ് കമ്മ്യൂണിറ്റീസ്. അപ്പോ അങ്ങനെ ഒരു റീഅലൈൻമെന്റ് വിതിൻ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നടന്നിട്ടുണ്ട്. അതാണ് പുള്ളിയുടെ ബേസ്. സോ ഹിസ് റീമേക്ക്
has got a big faith component to it. ഓക്കെ, വളരെ നന്ദി സാറിൻ്റെ വിലയേറിയ സമയം ന്യൂസുമായിട്ട് പങ്കുവച്ചതിന്. തീർച്ചയായിട്ടും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിൻ്റെ തുടർന്നുള്ള ഭരണ കാലയളവ് ലോകത്തിനും അമേരിക്കയ്ക്കും അമേരിക്കയുടെ ലോകത്തിൻ്റെയും പ്രതീക്ഷയ്ക്ക് ഒത്തവണ്ണം കൂടുതൽ വളരുവാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് പ്രത്യേകം നമുക്ക് ആശംസിക്കാം. താങ്ക് യു സർ.